പാർട്ടികൾ ഒരു പ്രകടന പത്രിക അടിച്ചിറക്കിയിട്ടുണ്ട്. ഒരേ സമയമാണ് രണ്ടുപേരും ഉറക്കം. നിങ്ങൾ വായിച്ചു നോക്കുക. നിങ്ങൾക്ക് എന്തെങ്കിലും പുതുമ തോന്നുന്നുണ്ടോ? നിങ്ങൾക്ക് എന്തെങ്കിലും ഇംപ്രസീവ് ആയിട്ട് തോന്നുന്നുണ്ടോ? നിങ്ങൾക്ക് ഇവർക്ക് വോട്ട് കുത്താൻ തോന്നുന്നുണ്ടോ? ഞാൻ അത്ര ചോദിക്കുന്നത്. അത് വായിച്ച് നോക്കിയിട്ട് ഇതൊക്കെ ഇവർ കൊണ്ടുവരും, അതുകൊണ്ട് ഇവർക്ക് വോട്ട് ചെയ്തേക്കാം എന്ന് നിങ്ങൾക്ക് സത്യസന്ധമായി തോന്നുന്നുണ്ടോ? തീർച്ചയായും ഇത്തവണ LDF, UDF എന്നീ രണ്ടു മുന്നണികളും ഒരുമിച്ച് ഒരു ഭൂരിപക്ഷത്തിനുള്ള സീറ്റ് നേടുമോ ഇല്ലയോ എന്നൊരു ചോദ്യം പൊങ്ങി വരുവാണ്. കാലിയായി കിടക്കുന്ന ഒരു ഖജനാവാണ് നിങ്ങളുടെ കയ്യിലേക്ക് കിട്ടാൻ പോകുന്നത്. LDF ഇറങ്ങി പോയി കഴിഞ്ഞാൽ നിങ്ങൾ അത് വെച്ച് എന്ത് ചെയ്യുന്നതാണ് പറയുന്നത്? നിങ്ങളെ കൊണ്ട് നടക്കില്ല. നിങ്ങളെ ജനങ്ങൾക്ക് വിശ്വാസവും ഇല്ല. നിങ്ങൾ വയനാടിന്റെ പേരിൽ പിരിച്ച കാശൊക്കെ എവിടെ? നിങ്ങളുടെ 2 സ്റ്റാർ MP വന്നിട്ട് കല്ലിട്ടിട്ട് ആ വഴി പോയതാണ്. അവിടെ ഒരു ഫ്ലെക്സ് വെച്ചത്, ആ ഫ്ലെക്സ് മാത്രം അവിടെ ഉള്ളല്ലോ, പിന്നെ ഒന്നും ചെയ്തില്ലല്ലോ എന്ന് പറഞ്ഞപ്പോൾ ആ ഫ്ലെക്സ് എടുത്തിട്ട് പോയി. കല്ലിടാനല്ലാതെ എന്തെങ്കിലും പ്രയോജനം നിങ്ങളെ കൊണ്ടുണ്ടോ? വെറുതെ ആണോ TCTക്ക് വന്നപ്പോൾ വയനാട്ടിലെ ആൾക്കാർ കൂവിയത്? നിങ്ങളത് അർഹിക്കുന്നു. ജനങ്ങൾ പ്രതികരിച്ചു തുടങ്ങി, മാധ്യമ പ്രവർത്തകർ പ്രതികരിച്ചു തുടങ്ങി. ഭരണവിരുദ്ധ വികാരം എന്ന് പറയുന്നത് പ്രതിപക്ഷത്തിനോടും കൂടിയുള്ള ഒരു വികാരമാണ് ജനങ്ങൾക്ക്. കാരണം ഇത്രയും കഞ്ഞി പുഴുങ്ങിയതുപോലെ ഒരു പ്രതിപക്ഷം കേരളം ഇതുവരെ കണ്ടിട്ടില്ല. തെരഞ്ഞെടുപ്പ് ചർച്ചകൾ ചൂട് പിടിക്കുമ്പോൾ വിവിധ തരത്തിലുള്ള സർവേകളും ഇപ്പോൾ വലിയ സംസാര വിഷയമാവുകയാണ്. നിങ്ങളുടെ ശ്രദ്ധയിൽ ഏതെങ്കിലും പെട്ടായിരുന്നോ? വോട്ട് വൈബിന്റെ ഒരു സർവേ ആണ് ഞാൻ ശ്രദ്ധിച്ചത്. അവർ പറഞ്ഞിട്ടുള്ള അതേ കാര്യം തന്നെ മറ്റ് പല സർവേകളും പിന്താങ്ങുന്നതായും കണ്ടു. അവർ പറഞ്ഞിട്ടുള്ള ഒരു വിഷയം എന്താണെന്ന് വെച്ചാൽ 2026 കേരളത്തിൽ രൂപീകരിക്കപ്പെടാൻ പോകുന്നത് ഒരു തൂക്ക് മന്ത്രിസഭയായിരിക്കും എന്നതാണ്. അങ്ങനെ ഒരു ചിന്ത നിങ്ങൾക്ക് പോയിരുന്നോ? ഇപ്പോഴത്തെ കേരളത്തിലെ രാഷ്ട്രീയ സാഹചര്യം കൃത്യമായി നിരീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന വ്യക്തിയാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് ഈ ചിന്ത നേരത്തെ പോയിട്ടുണ്ടാവും. തീർച്ചയായും ഇത്തവണ LDF, UDF എന്നീ രണ്ടു മുന്നണികളും ഒരുമിച്ച് ഒരു ഭൂരിപക്ഷത്തിനുള്ള സീറ്റ് നേടുമോ ഇല്ലയോ എന്നൊരു ചോദ്യം പൊങ്ങി വരുക. എല്ലാ മനുഷ്യരും അങ്ങനെ തന്നെ ചിന്തിക്കുന്നുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. വിവിധ തരത്തിലുള്ള പബ്ലിക് ഒപ്പീനിയനും കാര്യങ്ങളും ഒക്കെ കേൾക്കുമ്പോഴും ആളുകളെല്ലാം പറയുന്നത് അങ്ങനെയാണ്. ഒന്നാമതായി വ്യക്തികൾക്ക് LDFലും UDFലുമുള്ള വിശ്വാസം നഷ്ടപ്പെട്ടു കഴിഞ്ഞു. LDFനെതിരെ വലിയ രീതിയിലുള്ള ഭരണവിരുദ്ധ വികാരം ഇപ്പോൾ തന്നെ നിലവിലുണ്ട്. അതുകൊണ്ട് തന്നെ LDF വീണ്ടും ഭരിക്കുക എന്ന് പറയുന്നത് ചില ആളുകൾക്ക് താല്പര്യമില്ലാത്ത സംഗതിയാണ്. അതേസമയം UDFന് വോട്ട് ചെയ്യാനും ഇവർക്ക് താല്പര്യമില്ല. എന്തുകൊണ്ടാണ്? കാരണങ്ങൾ പലതാണ്. LDF വീണ്ടും അധികാരത്തിൽ വന്നാൽ കേരളം ഇല്ലാതെയാകുമെന്ന് വിശ്വസിക്കുന്ന ആളുകൾ ഒരുപാടാണ്. കാരണം 10 വർഷം കൊണ്ടുള്ള അവരുടെ ആ ഒരു ഭരണം അത്രയ്ക്ക് മികച്ചതാണ്. ഒരുപാട് കാര്യങ്ങൾ നടന്നിട്ടുണ്ട്. മറ്റത് ചെയ്തു, മറിച്ചത് ചെയ്തു എന്നൊക്കെ നടന്ന് കമ്മികളും ഈ പറയുന്ന മുഖ്യമന്ത്രി പിണറായി വിജയനും ഒക്കെ പറയുന്നുണ്ടെങ്കിലും ആളുകൾക്ക് ഇതൊന്നും വ്യക്തമല്ല. കാരണം അവരിലേക്ക് ഇതൊന്നും എത്തിയിട്ടില്ല. എന്നാൽ UDFന്റെ കാര്യം നോക്കുക. ഇതുവരെയും പ്രളയത്തിൽ വീട് നഷ്ടപ്പെട്ടു പോയ ആൾക്കാർക്ക് വീട് തരുമെന്ന് പറഞ്ഞിട്ട് അതുപോലും ചെയ്തിട്ടില്ല. അതിൽ മൊത്തം കള്ളക്കളികളാണ്. അതായത് പിരിച്ച പൈസ പോലും എങ്ങോട്ട് പോയെന്നറിയില്ല. അതുകൂടാതെ ജമാഅത്ത് ഇസ്ലാമി, മുസ്ലിം ലീഗ് പോലുള്ള വലിയ തീവ്രമായിട്ടുള്ള സംഘടനകളുടെ പിന്തുണയും UDF എടുക്കുന്നു. അപ്പൊ ഈ കാരണങ്ങൾ കൊണ്ട് ഇടതു വലത് പാർട്ടികളോട് ആളുകൾക്ക് വിശ്വാസമില്ലാതായിരിക്കുന്നു. മൂന്നാമതൊരു മുന്നണിയായി ആളുകൾ തിരഞ്ഞെടുക്കുന്നത് BJP NDA ആണ്. ഇത്തവണ BJP NDA വലിയ മുന്നേറ്റമാണ് ആളുകളുടെ മനസ്സിൽ നടത്തിയിരിക്കുന്നത്. അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് എവിടെ മോദിജി പ്രചരണത്തിന് വരുന്നോ അവിടെ അത്രയധികം ആളുകൾ കൂടുന്ന കാഴ്ച. ഇവരെല്ലാം കേരളത്തിലുള്ള ആൾക്കാരാണെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. ഇത്രയും നാളും ഇടതും വലതും നമ്മളോട് പറഞ്ഞുകൊണ്ടിരുന്നത് കേരളത്തിലെ വ്യക്തികൾ പ്രബുദ്ധരാണ്, പ്രബുദ്ധരായവർ ചാണകത്തിൽ ചവിട്ടില്ല, പ്രബുദ്ധരായവർ BJPക്ക് വോട്ട് ചെയ്യില്ല എന്നൊക്കെയാണ്. എന്നാൽ ഇത് എത്ര വലിയ കള്ളമാണെന്ന് ഒരുപാട് വ്യക്തികൾക്ക് മനസ്സിലായി കഴിഞ്ഞു. 2 സീറ്റ് BJPക്ക് കൊടുത്തതോടുകൂടി കേരളത്തിലെ ഇതുവരെ മാറാത്ത പലതും മാറിയ കാഴ്ച കണ്ട ജനങ്ങൾ ഇത്തവണ എന്തുകൊണ്ട് BJPക്ക് ഒരു ചാൻസ് കൊടുത്തുകൂടാ എന്ന് ചിന്തിച്ചു തുടങ്ങിയിട്ടുണ്ട്. വിവിധ സർവേകളും സൂചിപ്പിക്കുന്നത് അതാണ്. വോട്ട് വൈബ് പറയുന്നതിന് പ്രകാരം BJP NDA നിശ്ചയമായും 1 മുതൽ 6 സീറ്റ് വരെ ഇത്തവണ പിടിക്കുമെന്നാണ്. അതിൽ നേമം, കഴക്കൂട്ടം, മഞ്ചേശ്വരം എല്ലാം ഉൾപ്പെടും. ഇവിടെ എല്ലാം BJPയുടെ ശക്തരായ സ്റ്റാർ കാൻഡിഡേറ്റ്സ് ആണ് മത്സരിക്കുന്നത്. ഇവർക്ക് വേണ്ടി എല്ലാം മോദിജി ഇവിടെ വരുന്നുണ്ട്. അതിന്റെ അർത്ഥം എന്താണ്? അവരെന്ത് സംഗതി ആവശ്യപ്പെട്ടാലും കേന്ദ്രത്തിൽ നിന്നും അത് വേഗത്തിൽ നടക്കുമെന്നാണ്. ഇതുവരെ നമ്മളെ വലച്ചിരുന്ന ഒരു ലാഗ് ഉണ്ടല്ലോ. എന്ത് സംഗതി ഇവിടെ നടക്കാതിരുന്നാലും നമ്മൾ പിണറായി വിജയനോട് ചോദിക്കുമ്പോൾ അദ്ദേഹം പറയുന്നു കേന്ദ്രം തരുന്നില്ല. കേന്ദ്രത്തിൽ നിന്നും അത് വാങ്ങിച്ചെടുക്കാനുള്ള സ്വാധീനമോ ആ ഒരു ടാക്ടിക്കോ ഒരു സംഗതിയും നിങ്ങൾക്കില്ല. എപ്പോ നോക്കിയാലും കെട്ടുവള്ളം കൊണ്ട് എന്തിനാ ഡൽഹിക്ക് പോകുന്നതെന്ന് വരെ നമുക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല. ഒരു സംഗതിയും ഇങ്ങോട്ട് എത്താറില്ല. എന്നാൽ അതൊക്കെ മാറി കേന്ദ്രത്തിൽ നിന്നുള്ള പദ്ധതികൾ കൃത്യമായി കേരളത്തിലേക്ക് എത്തും എന്ന ഉറപ്പ് കൂടിയാണ് പാലായില് മോദിജി വരുന്നത്, പാലക്കാട് മോദിജി വന്നത്, തൃശ്ശൂര് മോദിജി വന്നത് എല്ലാം. അപ്പോൾ ഇതൊക്കെ ജനങ്ങൾക്കുള്ളിൽ ഒരു പ്രതീക്ഷ നൽകിയിട്ടുള്ളത് കൊണ്ട് തന്നെ ഇത്തവണ BJP ഈ സീറ്റുകളെല്ലാം നേടും എന്ന് തന്നെയാണ് എല്ലാ സർവേകളും ഉറപ്പിച്ചു പറയുന്നത്. അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഇടത് വലത് പാർട്ടികൾക്ക് ഭൂരിപക്ഷം രൂപീകരിക്കാനുള്ള ഒരു 71 സീറ്റ് തികച്ചു കിട്ടുമോ എന്ന കാര്യത്തിൽ പലർക്കും സംശയമുണ്ട്. അങ്ങനെ കിട്ടാനുള്ള ചാൻസ് കുറവാണ്. ഇങ്ങനെ വരുന്ന സാഹചര്യത്തിൽ സാധാരണ എന്താണ് ചെയ്യുന്നത്? 2 ഓപ്ഷനുകളാണുള്ളത്. ഒന്ന് തൂക്ക് മന്ത്രിസഭ എന്ന് പറയുന്ന ഒരു ഓപ്ഷനാണ്. അതിനെപ്പറ്റിയാണ് ഞാൻ ആദ്യം പറഞ്ഞത്. മന്ത്രിസഭ രൂപീകരിക്കാൻ വേണ്ടിയിട്ട് കക്ഷികളെ ക്ഷണിക്കേണ്ട ആ ഒരു ഉത്തരവാദിത്വം ഗവർണറിനാണെന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ. ഒരുമിച്ച് ഭൂരിപക്ഷം രൂപീകരിക്കുന്ന രീതിയിൽ ഏതെങ്കിലും കക്ഷി വന്നാൽ കാര്യങ്ങൾ എളുപ്പമാണ്. അതല്ല, ഇങ്ങനെ ഭൂരിപക്ഷം ഒരു മുന്നണികൾക്കും ലഭിക്കുന്നില്ല എങ്കിൽ ഒറ്റയ്ക്ക് മത്സരിച്ച സ്വതന്ത്രനോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും മുന്നണിക്കോ കൂട്ട് ചേർന്നുകൊണ്ട് ഒരു മന്ത്രിസഭ രൂപീകരിക്കാൻ കഴിയും. അപ്പോഴെല്ലാം ഈ കീ ഫാക്ടർ അല്ലെങ്കിൽ കിങ് പിൻ എന്ന വ്യക്തി ഈ പുതിയതായി കൂട്ടുചേരുന്ന മന്ത്രിസഭ ഉണ്ടാക്കാൻ വേണ്ടി കൂടെ നിന്ന ആ വ്യക്തിയായിരിക്കും. ആ വ്യക്തി പറയുന്നതിനനുസരിച്ചിട്ടായിരിക്കും ആഭ്യന്തരം, മുഖ്യമന്ത്രി പദം ഇതെല്ലാം കൈകാര്യം ചെയ്യപ്പെടുന്നത്. ഇവിടെ ആ കിങ് പിൻ
ആയി ഇനി പ്രവർത്തിക്കാൻ പോകുന്നത് BJP ആയിരിക്കും. എല്ലാവരും പറയുന്നുണ്ട് BJP എന്തൊക്കെ പറഞ്ഞാൽ ഇത്തവണ ഭരണം നേടാൻ പോകുന്നില്ല. ഭരണം നേടാൻ പോകുന്നില്ല എന്ന് പറയുന്നവർ ശ്രദ്ധിക്കണം. തൂക്ക് മന്ത്രിസഭ വന്നാൽ ഏറ്റവും കൂടുതൽ അധികാര പരിധിയുള്ളത് അതിപ്പോ UDF-ന് പിന്തുണ നൽകിയാലും LDF-ന് പിന്തുണ നൽകിയാലും BJP-ക്ക് തന്നെയായിരിക്കും. കാരണം അങ്ങനെ ഒരു പിന്തുണ കൊടുക്കുന്നില്ല. BJP-ക്ക് ആഭ്യന്തരം കൊടുക്കാൻ പറ്റില്ല, അല്ലെങ്കിൽ അങ്ങനൊന്നും ഇഷ്ടത്തിന് ചെയ്യാൻ പറ്റില്ല. വേണമെങ്കിൽ നിന്നാൽ മതി എന്ന് പറഞ്ഞാൽ ഏത് നിമിഷവും ഈ ഭരിക്കുന്ന കാലയളവിൽ ഏത് നിമിഷവും ഈ പിന്തുണ BJP-ക്ക് പിൻവലിക്കാനുള്ള അധികാരമുണ്ട്. അത് BJP ആണെങ്കിൽ BJP, ഈ സ്വതന്ത്രനാണെങ്കിൽ സ്വതന്ത്രൻ, പിൻവലിക്കാനുള്ള അധികാരമുണ്ട്. പിൻവലിക്കുന്നതോടുകൂടി മന്ത്രിസഭ താഴെ പോകും. ഒരു അസ്ഥിരത നിലനിൽക്കുന്ന മന്ത്രിസഭ കൂടിയാണ് തൂക്ക് മന്ത്രിസഭ. അപ്പൊ അങ്ങനെ സംഭവിക്കുന്ന ഒരു സാഹചര്യത്തിലേക്കാണ് സത്യത്തിൽ കേരളത്തിന്റെ ഒരു പോക്കെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇനി ഇതും നടന്നില്ല എന്നുണ്ടെങ്കിൽ പിന്നെ ഇരിക്കുന്ന ഒരു തീരുമാനം എടുക്കേണ്ടത് ഗവർണറാണ്. ഗവർണർക്ക് ഗവർണർ ഭരണം വേണമെന്നുണ്ടെങ്കിൽ പ്രഖ്യാപിക്കാം. ഇതുപോലെ ഒരു മുന്നണികളും ഭരണം പിടിക്കാൻ മാത്രമുള്ള സീറ്റ് നേടിയില്ല എന്നതുകൊണ്ട് ഗവർണർ ഭരണം വേണമെങ്കിൽ പ്രഖ്യാപിക്കാം. അങ്ങനെയൊക്കെ സംഭവിക്കുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 1965 കേരളത്തിൽ ഓൾറെഡി അങ്ങനെ സംഭവിച്ചിട്ടുണ്ട്. ഇത്തവണ എന്തായാലും അങ്ങനെ സംഭവിക്കാൻ ചാൻസ് ഇല്ല. ഇനി അങ്ങനെ സംഭവിച്ചാലും BJP-ക്ക് തന്നെയാണ് മേൽക്കോയ്മ വരുന്നത്. കാരണം BJP-യുടെ പ്രതിനിധി തന്നെയാണ് ഗവർണർ. നമുക്കറിയാമല്ലോ, BJP ആണ് കേന്ദ്രം ഭരിക്കുന്നത്. കേന്ദ്രത്തിൽ പ്രസിഡന്റിന്റെ പ്രതിനിധിയാണ് ഇവിടുത്തെ ഗവർണർ. BJP-കാരൻ തന്നെയാണ് ഗവർണർ. ഇനി എന്തൊക്കെ പറഞ്ഞാലും അദ്ദേഹം തീരുമാനിച്ചാലും അദ്ദേഹത്തിന്റെ അധികാര പരിധിയിൽ കേരളം വന്നാലും BJP-ക്ക് തന്നെയാണ് മേൽക്കോയ്മ പോകാൻ പോകുന്നത്. അപ്പൊ ആളുകൾ ആഗ്രഹിക്കുന്ന രീതിയിലേക്ക് കാര്യം നടന്നു വരുന്നു എന്നുള്ളതാണ് ഞാൻ നിങ്ങളോട് പറയാൻ വേണ്ടി ആഗ്രഹിക്കുന്നത്. ഏത് രീതിയിലായാലും നമുക്കുള്ളതൊക്കെ ഇപ്പൊ കേരളത്തിന് ഇന്നതൊക്കെ വേണം. കേരളത്തിന് വലിയ രീതിയിലുള്ള റോഡുകൾ വേണം. കേരളത്തിന് നല്ല വികസനമുള്ള ഒരു അന്തരീക്ഷം വേണം. കേരളത്തിൽ വലിയ വലിയ വ്യവസായ സ്ഥാപനങ്ങൾ വേണം. കേരളത്തിലെ വിദേശ സർവകലാശാലകൾ വേണം. അമേരിക്ക പോലെ ഉയർന്നു വരാനായിട്ടുള്ള എല്ലാ പരിതസ്ഥിതികളും ഉള്ള കേരളം അതുപോലെ എത്തണം എന്നാണെങ്കിൽ അതുപോലെ എത്തിയിരിക്കും. നമുക്കറിയാം, ഇത്രയും വർഷങ്ങൾ ഇടതും വലതും മാറി മാറി ഭരിച്ച് ഒരു ബോൾ തട്ടി കളിക്കുന്നത് പോലെ കേരളത്തിനെ നശിപ്പിച്ച് വെച്ചിരിക്കുകയാണ്. ഇത്രയും നല്ല കാലാവസ്ഥയുള്ള വേറൊരു സ്ഥലം കാണിച്ചു തരാമോ? ഇത്രയും നല്ല രീതിയിൽ നമുക്ക് എന്താ പറയാ, നമുക്ക് സാധ്യതകളുള്ള ഒരു സ്ഥലം, നല്ല ഇന്നോവേഷൻ ഉള്ള, നല്ല തലയുള്ള, ഐഡിയ ഉള്ള ആൾക്കാരെ നല്ല ഗവൺമെന്റ് വന്ന് സപ്പോർട്ട് ചെയ്യുവാണെങ്കിൽ ഏതൊക്കെ രീതിയിലായിരിക്കും നമ്മുടെ നാട് മുന്നിലേക്ക് പോകുന്നത്. ഇപ്പൊ ഈ ഇടതു വലത് പാർട്ടികൾ ഒരു പ്രകടന പത്രിക അടിച്ചിറക്കിയിട്ടുണ്ട്. ഒരേ സമയമാണ് രണ്ടുപേരും. നിങ്ങൾ വായിച്ചു നോക്കുക. നിങ്ങൾക്ക് എന്തെങ്കിലും പുതുമ തോന്നുന്നുണ്ടോ? നിങ്ങൾക്ക് എന്തെങ്കിലും ഇംപ്രസീവ് ആയിട്ട് തോന്നുന്നുണ്ടോ? നിങ്ങൾക്ക് ഇവർക്ക് വോട്ട് കുത്താൻ തോന്നുന്നുണ്ടോ? ഞാൻ അത്ര ചോദിക്കുന്നത്. അത് വായിച്ച് നോക്കിയിട്ട് ഇതൊക്കെ ഇവർ കൊണ്ടുവരും, അതുകൊണ്ട് ഇവർക്ക് വോട്ട് ചെയ്തേക്കാം എന്ന് നിങ്ങൾക്ക് സത്യസന്ധമായി തോന്നുന്നുണ്ടോ? കുറച്ച് ബോധമുള്ള, സ്വന്തം നാട്ടിനെ പറ്റി ചിന്തയുള്ള, സ്വന്തം ഭാവിയെ പറ്റി ചിന്തയുള്ള ഒരാൾക്കും അത് തോന്നില്ല എന്നുള്ളതാണ് അതിന്റെ പ്രത്യേകത. ഇത്രയും നാളും ഇറക്കിയതുപോലെ തന്നെ 100% വെള്ളത്തിൽ വിരിഞ്ഞ കോമള പോലത്തെ ഒരു പ്രകടന പത്രിക കൊണ്ടാണ് ഇപ്പോഴും വന്നിരിക്കുന്നത്. UDF-ന്റെ പ്രകടന പത്രിക കണ്ടാൽ ചിരി വരും. ഈ KSRTC ബസ്സിലൊക്കെ സൗജന്യ യാത്ര സ്ത്രീകൾക്ക് എന്ന് പറയുന്നത്. ഞാൻ ഒറ്റ കാര്യം ചോദിക്കുന്നുള്ളൂ, ഈ കോൺഗ്രസ് നിങ്ങളുടെ പോക്കറ്റിൽ ഇപ്പോ KSRTC ടിക്കറ്റ് എടുക്കാനുള്ള കാശുണ്ടോ? നിങ്ങൾ എന്ത് ധൈര്യത്തിലാണ് നിങ്ങൾ ഈ പ്രഖ്യാപനങ്ങളൊക്കെ നടത്തുന്നത്? DK ശിവകുമാർ കൊണ്ട് തരുന്നു വിചാരിച്ചുകൊണ്ടാണോ? നിങ്ങളുടെ കയ്യിൽ എവിടെ ക്യാഷ്? കാലിയായി കിടക്കുന്ന ഒരു ഖജനാവാണ് നിങ്ങളുടെ കയ്യിലേക്ക് കിട്ടാൻ പോകുന്നത്. LDF ഇറങ്ങി പോയി കഴിഞ്ഞാൽ നിങ്ങൾ അത് എന്ത് ചെയ്യുന്നതാണ് പറയുന്നത്? നിങ്ങളെ കൊണ്ട് നടക്കില്ല. നിങ്ങളെ ജനങ്ങൾക്ക് വിശ്വാസവും ഇല്ല. നിങ്ങൾ വയനാടിന്റെ പേരിൽ പിരിച്ച കാശൊക്കെ എവിടെ? നിങ്ങളുടെ 2 സ്റ്റാർ MP-മാർ വന്നിട്ട് കല്ലിട്ടിട്ട് ആ വഴി പോയതാണ്. അവിടെ ഒരു ഫ്ലെക്സ് വെച്ചത്, ആ ഫ്ലെക്സ് മാത്രം അവിടെ ഉള്ളല്ലോ, പിന്നെ ഒന്നും ചെയ്തില്ലല്ലോ എന്ന് പറഞ്ഞപ്പോൾ ആ ഫ്ലെക്സ് എടുത്തിട്ട് പോയി. കല്ലിടാനല്ലാതെ എന്തെങ്കിലും പ്രയോജനം നിങ്ങളെ കൊണ്ടുണ്ടോ? വെറുതെ ആണോ TCTക്ക് വന്നപ്പോൾ വയനാട്ടിലെ ആൾക്കാർ കൂവിയത്? നിങ്ങളത് അർഹിക്കുന്നു. ജനങ്ങൾ പ്രതികരിച്ചു തുടങ്ങി, മാധ്യമ പ്രവർത്തകർ പ്രതികരിച്ചു തുടങ്ങി. ഭരണവിരുദ്ധ വികാരം എന്ന് പറയുന്നത് പ്രതിപക്ഷത്തിനോടും കൂടിയുള്ള ഒരു വികാരമാണ് ജനങ്ങൾക്ക്. കാരണം ഇത്രയും കഞ്ഞി പുഴുങ്ങിയതുപോലെ ഒരു പ്രതിപക്ഷം കേരളം ഇതുവരെ കണ്ടിട്ടില്ല. എന്തിനാ പ്രതിപക്ഷ നേതാവ്, എന്തിനാ പ്രതിപക്ഷം എന്ന് ഒരു മനുഷ്യനറിയില്ല. ഓരോ വ്യക്തികളും റോഡിൽ ഇറങ്ങി പ്രതികരിച്ചു തുടങ്ങി. കാരണം ഇതിനെ കൊണ്ടൊന്നും ഗുണമില്ലെന്നേ. പ്രതിപക്ഷ നേതാവ് എന്തിനാ വരുന്നത്, എന്തിനാ സംസാരിക്കുക? വാ തുറന്നോണേ, അല്ലാതെ വേറൊന്നും പറയൂല. അപ്പം ഭരണവിരുദ്ധ വികാരം ഈ 2 കൂട്ടരോടുമാണ് ജനങ്ങൾക്കുള്ളത്. അതുകൊണ്ട് തന്നെ ജനങ്ങൾ ഇത്തവണ BJP-ക്ക് അധികാരം കൊടുക്കാൻ തന്നെയാണ് തീരുമാനിച്ചിരിക്കുന്നത്. ഞങ്ങൾ കണ്ടെടുത്തോളം ധൈര്യമുള്ളത്, എന്തെങ്കിലും ചെയ്യാൻ ഇച്ഛാശക്തി ഉള്ളത്, ഇനി എന്തെങ്കിലും പ്ലാൻ ആക്കാനായിട്ടുള്ള ബോധമുള്ളത്, അങ്ങനെ ബോധമുള്ള പൊളിറ്റീഷ്യൻസ് ഉള്ളത്, പ്ലാൻ ആക്കി കഴിഞ്ഞാൽ അത് പ്രാവർത്തികമാക്കാനായിട്ടുള്ള ഫിനാൻഷ്യൽ ബാക്ക്ഗ്രൗണ്ട് ഉള്ളത് BJP-ക്ക് മാത്രമാണ്. ഈ പറയുന്ന 2 കൂട്ടർക്കും അതില്ല. ഇപ്പോ 2020 എന്ന് പറയുന്നത് BJP-യുടെ ഒരു ഘടകകക്ഷിയാണല്ലോ. 2020 കോർപ്പറേറ്റുകളുടെ പാർട്ടിയാണ് എന്ന് പറഞ്ഞുകൊണ്ട് കുറെ കമ്മികൾ കളിയാക്കുന്നുണ്ട്. പണിയെടുത്ത് തിന്നിട്ട് അതിനകത്തൊന്നും മിച്ചം വരുന്ന, അല്ലെങ്കിൽ അതിനകത്തൊന്നും മാറ്റിവെക്കുന്നത് സാധാരണക്കാർക്ക് കൊടുക്കുന്നത് കോർപ്പറേറ്റ് പാർട്ടി. ഒരു മണിക്കും പോകാതെ സാധാരണക്കാരുടെ പോക്കറ്റിൽ നിന്ന് അവനുള്ളതും കൂടി പിടിച്ചു പറിച്ച് തിന്നുന്നതാണോ നിങ്ങൾ പറയുന്ന രാഷ്ട്രീയ പാർട്ടി? അങ്ങനെ ഒരു രാഷ്ട്രീയ പാർട്ടിനോട് ഇനി ഞങ്ങൾക്ക് താല്പര്യമില്ല. വല്ല പണിയുള്ളവനും വന്ന് ഞങ്ങളെ ഭരിക്കട്ടെ, കാശ് കണ്ടവൻ ഭരിക്കട്ടെ. അപ്പോഴല്ലേ ഞങ്ങളുടെ പിച്ചച്ചട്ടിയൊന്നും കൈയിട്ട് വരാതെ എന്തെങ്കിലും അയാൾ അങ്ങോട്ടേക്ക് ഇടോളൂ. അതാണ് ഇനി വേണ്ടത്. ഇനി സാധ്യതകളാണ് വേണ്ടത്. ഇനി മുന്നോട്ട് പോകാനുള്ള പാതയാണ് വേണ്ടത്. ഇനി വിവരമുള്ള നേതാക്കളാണ് വേണ്ടത്. UDF-ന്റെയും LDF-ന്റെയും പ്രകടന പത്രിക പ്രകാശിപ്പിക്കുന്ന ആ ഒരു വേദി മാത്രം നിങ്ങൾ സൂക്ഷിച്ചു നോക്കുക. ഒരു ആരോഗ്യവും ഇല്ലാത്ത വയോജനങ്ങളായ 4-5 പേരാണ് ഇതിനു വേണ്ടി നിൽക്കുന്നത്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. യൂറിൻ ബാഗ് ഒക്കെ കയ്യിൽ ചുമന്നുകൊണ്ട് നടക്കുന്ന ഒരു മന്ത്രിയാണ് 2026 കേരളം അർഹിക്കുന്നത്? ആരോഗ്യസ്ഥിതി ശരിയല്ല, അല്ലെങ്കിൽ മുന്നോട്ട് പോകാൻ തടസ്സമാണെങ്കിൽ വലിയ മര്യാദയോടുകൂടി ജനങ്ങളെ സേവിക്കാൻ എന്റെ ആരോഗ്യസ്ഥിതി അനുവദിക്കുന്നില്ല, അതുകൊണ്ട് ഞാൻ റിട്ടയർഡ് ആവുകയാണ് എന്ന് പറഞ്ഞുകൊണ്ട് ചുറുചുറുക്കുള്ള ആർക്കെങ്കിലും ഇത് കൊടുത്തുകൊണ്ട് മാറി നിൽക്കാനുള്ള മിനിമം മര്യാദയില്ലാത്ത ഇവരെ വീണ്ടും വിജയിപ്പിക്കണമെന്നാണോ? വീണ്ടും വീണ്ടും ഉപതെരഞ്ഞെടുപ്പുകൾ വരുന്നതും കേരളത്തിന് അത്ര നല്ലതല്ല എന്നുകൂടി ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. വിശദീകരിക്കാൻ
ആഗ്രഹിക്കുന്നില്ല, വിശദീകരിച്ചാൽ അത് ശരിയുമല്ല. അപ്പൊ പറഞ്ഞു വന്നത് ഇതാണ്, കേരളം ഇനി കാണാൻ പോകുന്നത് വലിയ രാഷ്ട്രീയ മാറ്റങ്ങളാണ്. ബിജെപിയുടെ പിന്തുണയോടുകൂടി ഒരു തൂക്ക് മന്ത്രിസഭയായിരിക്കും ഇവിടെ വരാൻ പോകുന്നത്. LDF ആണോ UDF ആണോ BJP പിന്തുണയ്ക്കുന്നത് എന്നൊരു ക്യൂരിയോസിറ്റി മാത്രമാണ് ഇവിടെ ബാക്കി നിൽക്കുന്നത്. എന്താണ് ഇതിനെപ്പറ്റി നിങ്ങൾക്ക് പറയാനുള്ളത്? നിങ്ങളുടെ അഭിപ്രായം കമന്റ് ചെയ്യൂ. തുടർന്ന് കാണുക പോളി ന്യൂസ്.